അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ലോകത്തിലെ ഏറ്റവും വലിയ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സാധാരണ കുറ്റിപ്പുട്ടിൻ്റെ ആ ഇതിലാണ് പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കുക. നമ്മൾ വലിയൊരു പൈപ്പ്, ഒരു 3-3.5 അടി ഹൈറ്റുള്ള ഒരു പൈപ്പിലാണ് നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര സാധനങ്ങളുണ്ട് ഇതിനകത്ത്, ഇനിയും കുറേ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഐസ്ക്രീം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ചില്ലിടാം. ഇതാണ് നമ്മൾ ചില്ലിടാം. ഇത് നമുക്ക് ഉള്ളിലിട്ട് കൊടുക്കണം. ചില്ല് റെഡിയായി. ആദ്യം നമുക്ക് ഐസ്ക്രീമിൻ്റെ അടിയിൽ കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. കാരണം ഇതിലെന്തെങ്കിലും ലീക്ക് എന്തെങ്കിലും ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഐസ്ക്രീമുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ പുട്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പലതരം കളറിൽ നമ്മൾ ഐസ് ഇടുന്നതാണ്. പിടിച്ചോ. ഇത് നമുക്ക് നല്ലോണം ഫില്ലാക്കണം ഇതിനകത്ത്. ആഹാ. ഇനി കുറേശ്ശെ നട്ട്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഒരു സ്ട്രോബെറി കൂടെ നമുക്ക് വാനില ഐസ്. ഒപ്പമായി മാംഗോ. ഇത് ബട്ടർ സ്കോച്ച് ഐസ് കുറച്ചിടാം. ഐസ്ക്രീം. അടുത്ത സ്ട്രോബെറി കൂടിട്ട നമ്മുടെ സംഭവം ഫിനിഷായി. ഐസ് ഇങ്ങനെ മെൽട്ടായിക്കൊണ്ടിരിക്കട്ടാ. നമുക്കിതിനെ പെട്ടെന്ന് ഫ്രീസ് ചെയ്യണം. ഓക്കെ, ഞാൻ ഐസ് ഇടാം അല്ലേ. ഐസ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണല്ലേ. ഉപ്പ് കുറച്ച് ഐസ് നിറക്കില്ലേ. ഉപ്പിടാം. ഉപ്പാണ് പ്രധാനം കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഐസിൻ്റെ പ്രവർത്തനം നടക്കണം. മതി, അടച്ചോ. അപ്പോൾ നമുക്കിനി ഒരു 2 മണിക്കൂർ നമുക്ക് ഇതിന് അടച്ചന്നെ വെക്കണം. ഡ്രം അവിടെ നമുക്കൊരു ഐസിൻ്റെ കാൽഭാഗം ഉണ്ട്, അരഭാഗം അല്ലേ. ഇതവിടെ ഇരിക്കട്ടെ. 2 മണിക്കൂർ ഇവിടെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഐസ് അവിടെ നമ്മൾ ഫ്രീസ് ആകാൻ വേണ്ടി വെച്ചിട്ടാണ്. നമുക്ക് ഐസ് നമ്മൾ പുട്ടെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അല്ലേ. കോൺഫ്ലെക്സ് 2 ടീസ്പൂൺ. ഉണക്കമുന്തിരി, കുറച്ച് ബദാം, പിസ്ത, കുറച്ച് ചോക്കോ ചിപ്സ്. അപ്പോൾ നമ്മൾ ഈ സാധനം അങ്ങനെ ഫ്രീസ് ചെയ്യാൻ വിളിച്ച് 2 മണിക്കൂറായി. നമുക്ക് ഇത് മാറ്റാം. നമുക്ക് തുറക്കാല്ലേ. ഓ, ഐസ് അങ്ങനെ തന്നെ ഉണ്ടല്ലേ. നമ്മൾ ഉപ്പ് കിട്ടുന്നുണ്ടേ. ഉപ്പൊക്കെ ഐസിൽ ഒട്ടിയിട്ടതാ. അപ്പോൾ കുറേശ്ശെ എടുത്ത് മാറ്റാം അല്ലേ ഇതിനെ.
അപ്പോൾ നമുക്ക് ഐസ് എടുക്കുന്നതിന് മുന്നേ കുറച്ച് ഡ്രൈ ഐസ് ഇട്ട് നമുക്കൊരു സംഭവം സെറ്റ് ചെയ്യാണ്ട്. ഡ്രൈ ഐസ് അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ട് തുടരുന്നത് ഡയറക്റ്റായിട്ട് കൊള്ളാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ തുണി പിടിച്ചിരുന്നത്. ഗ്ലൗസ് ഒക്കെ ഇട്ട് ഡ്രൈ ഐസ് എടുക്കാം. കാറ്റിൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കും കാണാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറ്റൊന്നും ഇല്ലെങ്കിലോ ഈ ആവി ശരിക്കും ഇങ്ങനെ മുകളിൽ പോയി ഇങ്ങനെ താഴെ വരും. ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ പിന്നെ തുറന്ന പ്രദേശമായതുകൊണ്ട് എന്താ പറയുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. എന്തായാലും സംഭവം അടിപൊളി. നമ്മൾ എന്താ പറയുക നമ്മുടെ ആഗ്രഹമായത് അത്രയും വലിയൊരു ഐസ് ഉണ്ടാക്കി എടുക്കാന്ന് പുട്ടൈസ്. അപ്പോൾ എന്തായാലും സാധിച്ചിട്ടുണ്ട്. നമുക്ക് കുത്തി നോക്കിയാലേ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുത്തി നോക്കിയാലോ. പിടി ഇത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അല്ലേ. 2 മിനിറ്റ് വെക്കുമ്പോഴേക്കും റെഡി. അപ്പോൾ നമുക്ക് പതുക്കെ കിടത്തി വെച്ചിട്ട് കുത്തി നോക്കാം. മുകളിൽ ലേസ് ഐസ് കട്ടിയായിട്ടില്ല. ഇനി ഉൾ സൈഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ കണക്ട് ചെയ്ത് നമ്മുടെ പുട്ട് നമ്മൾ പതുക്കെ 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 അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രൂപത്തിൽ നമ്മൾ പുട്ടൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സംഗതി നമ്മൾ എടുത്ത് അതിനകത്ത് വെക്കുമ്പോഴും കുറച്ച് മെൽറ്റായി പോയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യാം സാധനം. ഇതിന് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. സംഗതി മെൽറ്റാവും. അതാണ് നമ്മൾ വളരെ ഫാസ്റ്റിൽ ചെയ്യുന്നത്. ബൗൾസ് ആഹാ ഇത് അതിൻ്റെ വലുതിട്ടാ. അപ്പോൾ നമുക്കിത് എല്ലാം ഇവിടെ നിന്ന് കുറേശ്ശെ ആക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ശരിക്കും ഫ്ലേവർ കിട്ടുള്ളത്. എല്ലാ സാധനവും വരണമല്ലോ. ഇതുണ്ട് ഇതിങ്ങനെ വാരിയിട്ട് ആഹാ ഇതൊക്കെ കൂടി കുഴച്ച് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ രുചി. വരും മോശം നമ്മുടെ 2 സുഹൃത്തുക്കൾ വന്നിട്ട് അവരാണ് ടേസ്റ്റ് നോക്കി പറയണ്ട. നമുക്ക് എല്ലാ സാധനങ്ങളും മാംഗോ സംഭവം എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇവരുടെ സംഭവം എങ്ങനെയാണെന്ന് ചോദിക്കാനൊന്നുമില്ല കേട്ടാ. ഇവർക്ക് കോഴിക്കോട് ഇതിൻ്റെ പുട്ട് ഐസ്ക്രീമിൻ്റെ പെരിന്തൽമണ്ണ പുട്ട് ഐസ്ക്രീം ഷോപ്പുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവർ നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വലുതൊന്നും ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ മെനക്കെട്ട് നമുക്ക് വേണ്ടി ഇന്ന് വന്നതാണ്. അപ്പോൾ ഇവരുടെ ഷോപ്പിൻ്റെ സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലാണ്. അൽഷിഫ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഫ്ലഫി ഫ്രൈഡ് ചിക്കൻ ആണ്. നമ്മളെ പുട്ട് ഐസ്ക്രീം അല്ല, ഫ്രൈഡ് ചിക്കൻ ആണ് മെയിൻ. അപ്പോൾ എല്ലാവരും പെരിന്തൽമണ്ണ വഴി വരുന്ന ആൾക്കാരൊക്കെ തീർച്ചയായും കഴിച്ചു നോക്കണം. ഇത് ഞങ്ങൾക്ക് മാത്രം കഴിക്കാൻ പറ്റില്ല. എന്താ പറയുക, നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി. പിന്നെ ഊട്ടി റോഡാണ് പെരിന്തൽമണ്ണ. ഫ്ലഫി ഫ്രൈഡ് ചിക്കൻ ആണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയട്ടാ. അപ്പോൾ നമ്മുടെ കുറേ ടീമുകൾ പുറകെ നിൽക്കണം. അതെ എന്താ സംഭവം എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ. നമുക്ക് കഴിച്ചു നോക്കട്ടാ. അടിപൊളിയായിട്ടോ സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇത് സംഭവം പൊളിയിട്ടോ. എല്ലാ സാധനവും കൂടി മിക്സ് ആകുമ്പോൾ ശരിക്കും ഭയങ്കരമായ ഫ്രീസും കാര്യങ്ങളും ചെയ്തില്ല. ഭയങ്കര നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ ചെയ്തെടുത്ത സംഭവമാണ്. ഇത്രയും വിജയിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചു അല്ലേ. നമ്മൾ ഐസൊക്കെ ആകാൻ വേണ്ടി 2-2.5 മണിക്കൂർ വെയിറ്റ് ചെയ്തു ഫ്രീസ് ആകാൻ വേണ്ടി. പക്ഷേ അടിപൊളിയല്ലേ. നമ്മളെ കാറ്റത്തും വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് മെൽറ്റായി പോകും. അതുകൊണ്ട് ഐസ്ക്രീം നട്ട്സൊക്കെ ആകുമ്പോഴേ സൂപ്പറാണ്. ഇതെല്ലാം കൂടി മിക്സ് അടിപൊളി സംഭവം പൊളി. പുട്ട് ഐസ്ക്രീം തിന്നാൻ ആഗ്രഹമുള്ളവർക്ക് പുള്ളി കടയ്ക്ക് പോയി പെരുന്തൽമണ്ണ വന്ന ആദ്യം പുട്ട് ഐസ്ക്രീം കഴിക്കാതെ ആൾക്കാരൊക്കെ. ശരിക്കും ഇന്നും കുറച്ച് സാധനങ്ങൾ നമുക്ക് കുട്ടികളിലേക്ക് വിളിക്കാം. അത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാം അല്ലേ. നമ്മൾ അടിച്ച് പൊളിക്കാം. അപ്പോൾ ഇനിയും കുറേ സാധനം ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പീസാക്കിയിട്ട് നമ്മൾ പാലിയുമ്പോഴേക്കും നമ്മുടെ നാട്ടുകാർക്ക് എടുത്ത് എത്തിക്കണം അല്ലേ. എല്ലാവരും കഴിച്ചു നോട്ടെ. ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടാം. ശരിക്കും ഭയങ്കര ടേസ്റ്റ്, നല്ല രസമുണ്ട്. എവിടെ കപ്പു
ഇത് മറ്റേ ഇത് കടലില് ഒഴുക്ക് പോലെ നോക്ക്, നല്ല ഭംഗിയുള്ള ഒഴുക്കുകളല്ലേ. അതെ അതെ. അപ്പോൾ സംഗതി എന്തായാലും അടിപൊളിയായി. നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് നമുക്ക് ദലിയതിന് മുന്നേ ആവുന്നത് നമ്മുടെ ആളുകൾക്കൊക്കെ കൊണ്ട് എത്തിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ കേട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലേയും കൂടി എന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നമ്മൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. സംഭവം തിരക്കിലാണ്, പിന്നെ ഞാനത് കഴിച്ചിട്ടുമില്ല, എനിക്കും കഴിക്കണം സാധനം.